കെ.എസ്.ആർ.ടി.സി നെടുങ്കണ്ട ഡിപ്പോയിൽ നിന്നും തുടർച്ചയായ സർവീസുകൾ വെട്ടിക്കുറയ്ക്കുന്നതിൽ പ്രതിഷേധവുമായി നെടുങ്കണ്ട ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി രംഗത്ത്. ദീർഘദൂര സർവീസുകളും അന്തർ സംസ്ഥാന സർവീസുകളുമാണ് നിലച്ചത്. സർവീസുകൾ ഉടൻ പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട കെ.എസ്.ആർ.ടി.സി അധികൃതർക്കും സംസ്ഥാന ഗവൺമെന്റിനെയും സമീപിക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിഹാബ് പറഞ്ഞു. കെ.എസ്.ആർ.ടി.സിയിലെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പല ബസ്സുകളും നിർത്തിപ്പോയതായി നമുക്ക് അറിവ് ലഭിച്ചിട്ടുണ്ട്. അതിനകത്ത് പ്രത്യേകിച്ച് പറയേണ്ടത് 4:40 പോകുന്ന കൊട്ടാരക്കര ബസ്, 5 മണിക്ക് പോകുന്ന പത്തനംതിട്ട ബസ്, 3:50 പോകുന്ന തിരുവല്ല ബസ്, 5:30 പോകുന്ന ആലപ്പുഴ ബസ്, അതുപോലെ 5:50 പോകുന്ന കോട്ടയം ബസ് എന്നീ വാഹനങ്ങളാണ് ഇപ്പോൾ നിർത്തിയിട്ടുള്ളത്. ഈ കോട്ടയം ബസ്സൊക്കെ നിർത്തുക എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നിരവധി ആളുകൾ കോട്ടയം മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കുന്ന ബസ്സുകളായിരുന്നു ഈ ബസ്സുകളൊക്കെ. അത് നിർത്തിയത് വളരെ ഖേദകരമാണ്. അത് തുടർന്ന് വീണ്ടും പ്രസ്താവിക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. അതുപോലെ തന്നെ നമുക്ക് പുതിയതായിട്ട് എല്ലാവരും വളരെ സന്തോഷത്തോടുകൂടി ആഗ്രഹിച്ച ഒരു കാര്യമായിരുന്നു അന്തർ സംസ്ഥാന വാഹന സർവീസ്. ഏതായാലും കുറച്ച് നാളെ അത് തുറന്നു പോകാനായിട്ട് ഇപ്പോൾ സാധിച്ചിട്ടുള്ളൂ എന്നുള്ള വസ്തുതയാണ് നമ്മൾ മുന്നിൽ നിൽക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ആ കമ്പത്തോട്ട് പോകുന്ന വാഹനങ്ങളും ഇപ്പം നിന്നിരിക്കുന്ന ഒരവസ്ഥയിലാണ് നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം അത് പുനഃസ്ഥാപിച്ചപ്പോൾ അത് കമ്പമട്ടെത്തിയപ്പം ആ വാഹനം നിന്നു പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഡെയിലി ഒരു 20-25,000 രൂപയോളം വരുമാനമുള്ള ബസ്സുകളാണ് ഇങ്ങനെ നിർത്തുന്ന അവസ്ഥയിലേക്ക് വന്നിട്ടുള്ളത്. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നിരവധി ആളുകൾ അന്തർ സംസ്ഥാനവുമായി ബന്ധപ്പെട്ട്, നിരവധി വ്യാപാര മേഖലയുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളിലും പൊയ്ക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങളായിരുന്നു ഇത്. അതുപോലെ തന്നെ തേനി മെഡിക്കൽ കോളേജിലേക്കൊക്കെ പോകാനുണ്ടായിരുന്ന ഒരു സാഹചര്യം, ആളുകൾക്ക് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതെല്ലാം ഇപ്പോഴും മറ്റ് തരത്തിലേക്ക് ആശ്രയിക്കേണ്ട ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഈ വാഹനങ്ങൾ പുനഃസ്ഥാപിക്കണമെന്ന്, ഈ ബസ്സുകൾ പുനഃസ്ഥാപിക്കണമെന്നാണ് നമുക്ക് ആവശ്യപ്പെടാനുള്ളത്.